ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൂർഗ് ട്രിപ്പിൻ്റെ ഡേ 2 ആയിട്ടാണേ. അപ്പോൾ നമ്മൾ കാലത്ത് ഫ്രഷ് ആയതിനു ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടകേരി ടൗണിലുള്ള ഹോട്ടൽ ഗ്രീൻലാൻഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു മലയാളിയുടെ റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. കുറേ നേരം ക്യൂ നിന്നതിന് ശേഷം ആട്ടോ ടിക്കറ്റ് കിട്ടിയത്. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നതും കൂടി ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ലിമിറ്റേഷൻസ് ആണ് ടൈമിനൊക്കെ. കാരണം രാവിലെ 9 മണി മുതൽ 11 മണി വരെ കയറ്റുള്ളൂ. പിന്നെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പുഴ കടന്നിട്ട് വേണം നമുക്ക് ക്യാമ്പിൽ പോകാൻ. പിന്നെ ഇവിടെ ക്യാമ്പ് മാത്രമല്ല, റിവർ റാഫ്റ്റിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അതിന് സ്പെഷ്യൽ ടിക്കറ്റും എൻട്രൻസ് വേറെ ഉണ്ട് കേട്ടോ. ഈ എലിഫാൻറ്റ് ക്യാമ്പിൽ കാട്ടാനേനെ മെരുക്കി എടുക്കുന്ന ഒരു ഇതാണ് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആനകളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടത് ആനയുടെ കുളിസീനായിരുന്നു. നല്ല അസലായിട്ട് കിടന്നു കൊടുത്ത് കുളിപ്പിക്കേണ്ടതായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം കണ്ടത്. അതുപോലെ നമുക്കും വേണമെങ്കിൽ അവിടെ ചെന്ന് ആനേനെ കുളിപ്പിക്കാം കേട്ടോ. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്. ഇവിടെ ആനകൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു വട്ടം ഫീഡ് ചെയ്യുന്നതിന് 50 രൂപ വെച്ചിട്ടാട്ടോ അവർ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ആനയ്ക്ക് ഫുഡ് കൊടുത്തു. ഇതാണ് ഹർഷ. ഇവൾ അത്യാവശ്യം നല്ല കുറുമ്പിയാട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഹർഷ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഫീഡ് ചെയ്യാനൊന്നും ആൾക്ക് ഇതുണ്ടായിരുന്നില്ല. നമ്മൾ നല്ല സ്നേഹത്തോടെ കൂടി വിളിച്ചാൽ മാത്രമേ ആൾ വരുള്ളൂ. കുറേ വട്ടം വിളിച്ചതിന് ശേഷം അവസാനം ആൾ വന്ന് ഭക്ഷണം വാങ്ങി അവളുടെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ പോയി. ഈ സമയത്ത് വ്യൂസ് ചുറ്റുള്ള ആനകളെയും കണ്ട് അത്ഭുതത്തോടെ നോക്കിയിട്ട് എന്നോട് പറയായിരുന്നു ആന 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 എന്ന്. എനിക്ക് ഈ ഒരു രംഗം കണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആനകൾ കുളി കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഒരു ഗണപതി വിഗ്രഹമുണ്ട്. ഗണപതി വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി തൊഴുതതിന് ശേഷമാണ് തിരിച്ച് അവരുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ നംഡ്രോളിംഗ് മൊനാസ്റ്റിയിലേക്കാണ് പോയത്. കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ ആട്ടോ അത്. എൻട്രൻസ് നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റും കടകളും കാര്യങ്ങളാട്ടോ, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടിബറ്റിയൻ മൊണാസ്ട്രി ആയതുകൊണ്ട് ടിബറ്റിയൻ ടച്ച് അല്ലെങ്കിൽ ടിബറ്റിയനിൽ കിട്ടണ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അപ്പോൾ ആൾത്തിരക്ക് ഇത്തിരി കുറവായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. വ്യൂസിന് ഒറ്റയ്ക്ക് നടക്കണം, ഓടിക്കളിയും അവൻ്റേതായിട്ടുള്ള ചെറിയ കുസൃതിയൊക്കെ അവൻ അവിടെ നിന്ന് കാണിച്ചു വിട്ടാൽ പിന്നെ കൈ പിടിച്ച് ഇങ്ങ് നടക്കാൻ തുടങ്ങി. ഈ ഗോൾഡൻ ടെമ്പിൾ നമ്മുടെ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ടീച്ചിങ് സെൻറ്റർ ആയിട്ടാട്ടോ അവർ പറയണത്. ഏകദേശം 5000-ഓളം സ്റ്റുഡൻസ്, ടിബറ്റിയൻ സ്റ്റുഡൻസ് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം സ്റ്റേ ചെയ്യുന്നതും സ്കൂളിംഗ് എല്ലാം ഇവിടെ തന്നെയാണ്. ടിബറ്റിയൻ ക്യൂസിൻ കഴിക്കണം എന്നുള്ള ആഗ്രഹത്താൽ തൊട്ടടുത്തുള്ള ടിബറ്റിയൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി കേട്ടോ. അപ്പോൾ അവിടെയുള്ളത് മൊത്തം വെജിറ്റേറിയൻ ഫുഡായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഫുഡായിട്ടുള്ള ഡ്രാങ്ക് തുക്ക് വന്നപ്പോൾ അതിന് ഒരു പിടി അച്ഛനമ്മയും കഴിച്ചപ്പോൾ അച്ഛനമ്മയ്ക്ക് മനസ്സിലായി ഇത് അവർക്ക് പറ്റിയതല്ല എന്ന്. അപ്പോൾ അവർ വ്യൂസിനെയും കൊണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി. ഞാനും സോനും ഡ്രാങ്ക് തുപ്പ എന്ന് പറഞ്ഞൊരു ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു ഫുഡിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നും കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ അബ്ബി ഫോൾസ് കാണാൻ പോയി. ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കുശാൽ നഗറിലാണ്. അവിടുന്ന് അബ്ബി ഫോൾസിലേക്ക് പോകാൻ ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി വന്നു. ഇതിൻ്റെ ഇടയിൽ നല്ല മഴയായിരുന്നു. അബ്ബി ഫോൾസ് ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾക്ക് തണുപ്പും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ.
അബ്ബി ഫോൾസ് മടിക്കേരിയുടെ അടുത്താണ്. അപ്പോൾ അന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അബ്ബി ഫോൾസ് ആയിരുന്നു. കാരണം നല്ല മഴയായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഒരുവിധം ടൂറിസ്റ്റ് പ്ലേസ് ഞങ്ങൾ അന്നേരം തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അബ്ബി ഫോൾസ് കണ്ടു. നമ്മുടെ അതിരപ്പള്ളി ഫോൾസിൻ്റെ അത്രയ്ക്കൊന്നുമില്ല, നമുക്ക് അതൊക്കെ കണ്ടുകൊണ്ടാവും ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അബ്ബി ഫോളൊക്കെ കണ്ടതിന് ശേഷം ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് വെച്ചിട്ട് അവിടെ അടുത്തുള്ള ഒരു കഫറ്റീരിയയിൽ പോയിട്ടോ. നല്ല എസ്തറ്റിക് ലുക്കുള്ള ഒരു കഫറ്റീരിയ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു അവിടെ. നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം, അധികം ബോറൊന്നും അടിക്കില്ല കേട്ടോ. അവിടെ കളിക്കാനുള്ള എല്ലാ സാമഗ്രികളും അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. വ്യൂസ് ആണെങ്കിൽ അവൻ്റെ പാലൊക്കെ കുടിച്ച് ഭയങ്കര ഉഷാറിൽ അവിടെ ഇവിടെയൊക്കെ സാധനം വലിച്ചിടലും അവൻ്റെ കളിയിലായിരുന്നു. അങ്ങനെ കോഫി വന്നു, കോഫി കുടിച്ച് കൂടെ ഒരു ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം വേറെ എവിടെയും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഫുഡൊക്കെ അവിടെ തന്നെ ഓർഡർ ചെയ്യായിരുന്നു ചെയ്തത്, കാരണം അവിടെ സ്വിഗ്ഗി സൊമാറ്റോൻ്റെ ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഇതേപോലത്തെ കുറേ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതും വരെ ഒത്തിരി സ്നേഹത്തോടെ. ബായ്.